ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ കുറേ ദിവസം ഞാൻ വീഡിയോ ആത്ത റീസൺ എന്ന് വെച്ചാൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഡൗൺ ആയിട്ടുണ്ടായി കംപ്ലീറ്റ്ലി. പിന്നെ ഞാൻ വീട്ടിൽ പോയി ഒരു ഫംഗ്ഷൻ ഉണ്ടായിട്ട്, സോ അപ്പോൾ വർക്കൗട്ട് മിസ്സാണ്, ഡയറ്റ് അത്യാവശ്യം മിസ്സാണ്, അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും മുന്നേ പറഞ്ഞിട്ടുണ്ടായി, ഞാനൊരു ഗെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാൻ ഉണ്ട്, ഒരു ലോങ് ടേമിലേക്കുള്ളത്. നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് വരുന്ന രീതിയിൽ ഒരു ലോങ് ടേം സ്ലോ പ്രോസസ്സായിരിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇന്നോട്ട് ഞാൻ പ്ലാൻ ചെയ്തേക്കാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഫുഡ് ഞാൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, കലോറീസ്, പിന്നെ സപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഓവറോൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആകാൻ പോവുക. ഇത്രയും കാലം ഞാനൊരു മെയിൻ്റെനൻസ് കലോറിയിലും പിന്നെ മസിലും മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള രീതിയിൽ മാത്രം എൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് മാറി ഞാനിപ്പോൾ ഇന്ന് വന്നിട്ട് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട്, അതായത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്. ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടായത്. അതിന് റീസൺ ഉണ്ട് പ്രത്യേകിച്ചിട്ട്. വർക്കൗട്ട് എന്ന് വെച്ചാൽ ചെസ്റ്റും ബാക്കും, പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ബാക്ക്, ട്രൈസെപ്സ്, അങ്ങനെ ഓപ്പോസിറ്റ് മസിൽസിന് ട്രെയിൻ ചെയ്യാനുള്ള പ്ലാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ചെസ്റ്റും ട്രൈസെപ്സോ അങ്ങനെയാണ് കറൻ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ, നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ. എൻ്റെ ബോഡീൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഓൾറെഡി എടുത്തിട്ടില്ല. അതിനിപ്പോൾ നൈറ്റ് പോയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്ന ഫ്രീ ടൈമിൽ. ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ ബൈസെപ്സിൻ്റെ, ചെസ്റ്റിൻ്റെ, ട്രൈസെപ്സിൻ്റെ, പിന്നെന്താ ക്വാഡ്സ്, ചെസ്റ്റ്, ഷോൾഡേഴ്സിൻ്റെ എല്ലാം ഓവറോൾ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ കറൻ്റ്ലി ബൾക്കിങ് അല്ലെങ്കിൽ ഗെയിനിങ്, കട്ടിങ്, എന്ത് കുന്ത്രണ്ടായാലും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ വീഡിയോ കൊണ്ട് നല്ല ഉപകാരം ഉണ്ടാവും. സോ മറക്കാണ്ട് ഫോളോ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റത്തെ വർക്കൗട്ട് വന്നിട്ട് ഇൻക്ലൈനിൽ പ്രസ്സിങ് മൂവ്മെൻറ്റാണ്, ചെസ്റ്റ് പ്രസ്. സോ ഇതാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രസ്സിങ് മൂവ്മെൻറ്റ് ആൻഡ് ഫേവറേറ്റും. സോ ഇതൊരു 4 സെറ്റ് ഉണ്ടാവും. ഞാനൊരു ഒരു സെറ്റ് മമ്മൂട്ട് സെറ്റും 3 സെറ്റ് വർക്കിംഗ് സെറ്റ്, ആ രീതിയിൽ ടോട്ടൽ 4 സെറ്റ്. അങ്ങനെ ഇതിലാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ 3 സെറ്റിൻ്റെ ശേഷം ഒരു പെക്ടെക് ഫ്ലൈ, പിന്നെ ക്യാബിൾ ക്രോസ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തു പോവാം. ഞാൻ ചിലത് കാണിച്ച് ജസ്റ്റ് വീഡിയോ ആഡ് ചെയ്യത്തേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ ചെസ്റ്റിൽ തേർഡ് വർക്കൗട്ടാണ്. ഇൻക്ലൈൻ ചെയ്തു, ക്യാബിൾ ഫ്ലൈസ് ചെയ്തു, ക്യാബിൾ തന്നെ പ്രസ്സിങ് മൂവ്മെൻറ്റ്. നെക്സ്റ്റ് വന്നിട്ട് പെക്ടെക് ഫ്ലൈ ചെയ്യാൻ പ്ലാന്. അങ്ങനെ 4 വർക്കൗട്ട് ടോട്ടലി. അതിനുശേഷം ബൈസെപ്സ്. അപ്പോൾ അങ്ങനെയാണ് കറൻ്റ്ലി പ്ലാൻ ഉള്ളത്. പിന്നെ ഞാൻ സുഖമില്ലാണ്ടതിന് ശേഷം ഒന്നുകൂടെ ബോഡി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഫേസിലെല്ലാം കാണാൻ പറ്റുമത് ഭയങ്കര ക്ഷീണമുണ്ട്. 2-3 ദിവസം മര്യാദയ്ക്ക് ഭക്ഷണമില്ല, ഒന്നുമില്ല, സീനായിരുന്നു. അതിൻ്റെ ടയർഡ്നെസ് നല്ല രീതിയിലുണ്ട് ഫേസിലെല്ലാം. അപ്പോൾ ഞാൻ എൻ്റെ കറണ്ട് വെയിറ്റും കണ്ടീഷനും ഇതിൻ്റെ ഈ സെയിം വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാം. മെഷർമെൻറ്റ് എടുക്കുന്ന വീഡിയോസ് എല്ലാം ആഡ് ചെയ്യാം. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ, ഗൈസ് അങ്ങനെ ജസ്റ്റ് ഫിനിഷായി. ജിമ്മിൽ എന്താ ട്രെയിനേഴ്സിന് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ നടുവിലായി ഇപ്പോൾ ഞാൻ കുറച്ച് നേരം എനിക്കിപ്പോൾ ബൈസെപ്സിൻ്റെ വർക്കൗട്ടാണ്.
സ്റ്റാൻഡിങ് ബാർബിൾ കേൾസ് ചെയ്യാം. പിന്നെ ഒരു ക്യാബിളിൽ കേൾസ് ചെയ്യണം, സിംഗിൾ ആംസ്. പിന്നെ റിവേഴ്സ് ക്യാബിൾ ബാറിൽ തന്നെ ചെയ്യുക. അങ്ങനെ 3 വർക്കൗട്ട്. നെക്സ്റ്റ് ബൈസെപ്സ് ഡേയിൽ ഏതെങ്കിലും ഒരു വർക്കൗട്ട് റീപ്ലേസ് ചെയ്തിട്ട് വേറെ ഇൻക്ലൈൻ സീറ്റഡ് കേൾസ് അങ്ങനെ ഏതെങ്കിലും ആഡ് ചെയ്യാം. സോ ഇങ്ങനെയാണ് ബൈസെപ്സ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബൈസെപ്സിൻ്റെ വർക്കൗട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ബൈസെപ്സിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് ബാറിൽ കേൾസാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിതങ്ങനെ ചെയ്യാറില്ല, കാരണം ചെയ്യുമ്പോൾ റിസ്റ്റ് ഭയങ്കര പെയിൻ ഉണ്ടാകുന്നുണ്ട്. എന്നാലും ചെയ്ത് നോക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു 3 to 4 സെറ്റ്സ് ചെയ്യാം. ശേഷം നമുക്ക് ക്യാബിൾസിൽ കേൾസ് ചെയ്യാം, സിംഗിളാണ്. അപ്പോൾ ബൈസെപ്സിൻ്റെ സെക്കൻഡ് വർക്കൗട്ട് സിംഗിൾ ആം ക്യാബിൾ കേൾസ്. അപ്പോൾ ഇത് അത്യാവശ്യം ഇൻറ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ്. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. അപ്പോൾ വർക്കൗട്ട് ഫിനിഷായി വീട്ടിലേക്ക് പോകുന്ന പരിപാടിയാണ്. ജോലിയുണ്ട്, വൈകുന്നേരം സെഷൻ ഉണ്ട്. പോയിട്ട് വേണം ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം ബാക്കി പരിപാടി ഫിനിഷ് ചെയ്യാൻ. സോ അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ ഇന്ന് കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നെല്ലാം ആഡ് ചെയ്യാം വീഡിയോയിൽ. സോ അത് ഹെൽപ്ഫുള്ളാവും, വീഡിയോ കാണുന്നവരിക്കും എനക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ബോഡീൻ്റെ മെഷർമെൻറ്റ് എടുക്കാം. അതായത് ഇത് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ വരുന്ന മാസങ്ങളിൽ ബോഡിയിൽ ഏത് രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടായെന്ന് അനലൈസ് ചെയ്യാൻ ഈസി ആയിട്ട് ഇതുകൊണ്ട് ഗുണമുണ്ടാവും. സോ അതുകൊണ്ടാണ് ടാപ്പ് വെച്ച് മെഷർ ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഷോൾഡർ, ബൈസെപ്സ്, ചെസ്റ്റ്, ആപ്സിൻ്റെ സൈസ്, ഓവറോൾ സൈസ്, പിന്നെ തൈസിൻ്റെത്, കാഫിൻ്റെത് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. സോ അങ്ങനെയാണ് കറൻ്റ്ലി പ്ലാൻ ചെയ്യുന്നത്. ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് വരുന്ന മാസങ്ങൾ നമുക്ക് പിന്നെയും മെഷർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഏത് രീതിയിലാണ് ആ ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത്. ലുക്ക് വൈസ് മാത്രമല്ല, ആ ഗെയിനിങ്ങിൻ്റെ റേഷ്യോ ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ പ്യുവറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ് അപ്പോൾ ഞാനിത് കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതായത് ചെസ്റ്റ് വരുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. ആംസ് റൈറ്റ് സൈഡ് 15.5, ലെഫ്റ്റ് സൈഡും സെയിം 15.5. ഷോൾഡേഴ്സ് 47. അതുപോലെ തന്നെ ഫോർ ആംസ് 11.5 ഈച്ച് സൈഡ്. ഓക്കെ, പിന്നെ നെക്ക് വരുന്നത് 15, ആപ്സ് 31, ലെഗ് അതായത് തൈസിൻ്റെ ഭാഗം 23.5 ഈച്ച് സൈഡ്. പിന്നെ കാഫ് 14.5 റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡ് 14. സോ ചെറിയ രീതിയിലുള്ള എന്താ പറയുക, കാഫിൻ്റെ ഭാഗത്ത് ചെറിയ വ്യത്യാസം നന്നായി കാണുന്നുണ്ട്, നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഒന്ന് ചേർത്ത് ഒന്ന് എഴുതുന്നുള്ള രീതിയിൽ അത് നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവും. സോ അപ്പോൾ ഇതാണ് എൻ്റെ മെഷർമെൻറ്റ്, നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. അപ്പോൾ വരുന്ന വീഡിയോ കാണുക, കംപ്ലീറ്റ് ആയിട്ട് കാണുക.
നമ്മൾ വേറൊരു പരിപാടി പിടിക്കാൻ പോവുക. സോ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബൾക്കിങ്ങോ കട്ടിങ്ങോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും വീഡിയോ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് ഞാൻ പാസ് ചെയ്യാൻ ശ്രമിക്കാം. സോ നമുക്കിതൊരു കമ്മ്യൂണിറ്റിയെ വളർത്താം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പരിപാടി ബാക്ക് ടു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. സോ എല്ലാം ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ മറക്കാണ്ട് വീഡിയോ കാണാൻ മിസ് ചെയ്യാണ്ടിരിക്കുക.